ഞാലിപ്പിള്ളി. അപ്പോൾ ഇപ്പോൾ അതായത് ഞാനിപ്പോൾ ഫേസ്ബുക്ക് നോക്കണേ ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടതാണ്. അതായത് ഷൈൻ ടോം ചാക്കോൻ്റെ പിതാവ് മരിച്ചു എന്നും പറഞ്ഞു. അത് എന്തോ സേലത്ത് എന്തോ സംഭവം ആക്സിഡൻ്റാണ്. അത് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് മനോരമയുടെ അങ്ങോട്ട് പേജിലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടം പറ്റി, അപ്പോൾ പിതാവ് മരിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു അതൊന്നും അറിയാൻ പാടില്ല. ഞാനിത് പറഞ്ഞപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും സംഭവം നൈറ്റ് എങ്ങാനായിരിക്കുള്ളൂ. കാരണം സേലം റോഡിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സേലം തമിഴ്നാട് അങ്ങനത്തെ റോഡുകളിലൊക്കെ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ആക്സിഡൻ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല. ചിലപ്പോൾ ഇത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്കിൽ പറ്റിയ ആക്സിഡൻ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ എന്തായാലും ഒരാളുടെ ജീവൻ പോയി. ഷൈൻ ടോം ചാക്കോയ്ക്ക് കണ്ട് പരിക്കുന്നോ അങ്ങനെ അങ്ങോട്ട് പറയുന്നുണ്ട്. കൂടുതലൊന്നും അറിയാൻ പാടില്ല. വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നോ, അതായത് വണ്ടി ഓടിച്ചതാരാണെന്നോ അതൊന്നും മനസ്സിലാക്കിയപ്പോൾ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അറിഞ്ഞ വഴി എന്നെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ഇതായിരിക്കും. കാരണം വാഹനാപകടത്തിലൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മീഡിയനിൽ പോയി കയറിയതാണോ അതോ ഓപ്പോസിറ്റ് വണ്ടി വന്ന് വരാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹൈവേ അല്ലേ, വൺ വേ സൈഡിൽ കൂടെ ഓടിക്കുമ്പോൾ എന്തായാലും ഓപ്പോസിറ്റ് വണ്ടി വരാൻ സാധ്യതയില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒന്നെങ്കിലും ഉറങ്ങിപ്പോയതായിരിക്കുള്ളൂ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ ഒന്ന് മീഡിയനിൽ കയറി അങ്ങനെ ആവാനാ വഴി. എന്നെ എന്തോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൂടുതലൊന്നും ഇപ്പോൾ അന്വേഷണമൊക്കെ ഉണ്ടാവും എല്ലാവരും ഭാഗത്തുനിന്നും. അപ്പോൾ പിന്നെ എന്തായാലും അറിയിക്കില്ല. എന്തായാലും ഓപ്പോസിറ്റ് വന്ന് വണ്ടി ഇടിച്ചാവാൻ ഒരു വഴിയില്ല. കാരണം സേലം ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ അത് വൺ സൈഡ് അല്ലേ. അതന്നെ. എന്തായാലും ഉറങ്ങിപ്പോയതായിരിക്കുള്ളൂ. പക്ഷേ ഇത്രയും ടയേർഡായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കണേന്ന് അറിഞ്ഞൂടാ. കാര്യം പറഞ്ഞ് ഞാനിപ്പോൾ ഫോട്ടോ കണ്ടത് അതായത് മറ്റേ പകൽ വെളിച്ചത്തിലാണ് മറ്റേ വണ്ടി ഇടിച്ച ഇത് ഫോട്ടോ ഒക്കെ കണ്ടത്. ചിലപ്പോൾ ഫോട്ടോ എടുത്ത് ഈ സമയത്തായിരിക്കും, ചിലപ്പോൾ രാത്രി പറ്റിയിട്ട് പിറ്റേ ദിവസം കാലത്താവണമല്ലോ, അതുകൊണ്ടായിരിക്കുള്ളൂ കുറച്ച് അതായത് ഈ പകൽ വെളിച്ചത്തിൽ ഫോട്ടോ എടുത്തത്. എന്തായാലും പുള്ളിക്കാരൻ ഇതിന് എന്താ പറ്റിയതെന്നോ അത് പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയോ അതോ പുള്ളിയുടെ ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഒരു വിവരങ്ങളും അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ കണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്തായാലും അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വേറെ കൂടുതൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. ജസ്റ്റ് ഒരു ഇത് കണ്ടു, അതായത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടം പറ്റി, കാറപകടം പറ്റി, പിതാവ് മരിച്ചു എന്ന് പറഞ്ഞ് കണ്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ശരി.